ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എടുക്കുന്നത്. നോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നിലുള്ള എൻ്റെ പ്രകസനങ്ങളാണ് ഗൈസ് ഇതൊക്കെ. നിങ്ങൾ കാണുന്നത് നേരത്തെ കണ്ടതിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇല്ലേ. കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് എന്തോ ഒരു സാധനം മറന്നിട്ടുണ്ട്. അതിപ്പോ മനസ്സിലായി, ഇതാണ് ആ സാധനം. എന്താന്നറിയില്ല, ഈ സാധനം അങ്ങ് വാങ്ങിയ പിന്നെ എവിടെ പോയാലും ഇതങ്ങെടുത്ത് കയ്യിൽ കെട്ടിയില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പോരായ്മ കാണും. ഇപ്പൊ ഒന്നും മറന്നില്ലല്ലോ അല്ലേ, പോയിട്ട് വന്നാലോ. അപ്പോഴാണ് ഗൈസ് ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്കിത് എവിടെ നിന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അമ്മ മേടിച്ചിട്ടുണ്ട്. ബട്ട് ഇത് കാൽവിൻ ക്ലെയിൻ്റെ ആണ്. യു ക്യാൻ സീ ദാറ്റ്. ബട്ട് ദിസ് ഇസ് കാൽവിൻ ക്ലെയിൻ. ബട്ട് ഇങ്ങനത്തെ എൻ്റെ ഒരു ഇതേ ബ്രാൻഡിൻ്റെ ഒരു 3 പെർഫ്യൂംസ് ഉണ്ട്. ബട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഒന്നാണ്. അമേസിങ് ഗൈസ്, ഇറ്റ്സ് സൂപ്പർ സ്മെൽ. ബട്ട് ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്. യു ക്യാൻ സീ ദാറ്റ്. ഈ ബോട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടോ. സോ നമുക്കിത് അടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഏത് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ് ഞാൻ ആ പറഞ്ഞ എന്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി. അൺസൈക്കബിൾ ആയതുകൊണ്ട് തന്നെ ദാഹവും അൺസൈക്കബിൾ ആയിരുന്നു. ഇപ്പോഴത്തേനും നമുക്ക് വിശപ്പിന്റെ വെളി വന്ന് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ കുറച്ച് കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം കടയിലെത്തി. കാണുന്ന ഐസ്ക്രീം കഴിച്ചു തീരുന്ന വരെയായിരുന്നു ഞങ്ങളുടെ ടോക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോ ഓക്കെ, ബൈ ബൈ.